ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കുന്തു അഗ്തസിലു അന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഇനാഇൻ ബൈനി വബൈനഹു വാഹിദിൻ. ഞാനും അല്ലാഹുവിന്റെ റസൂലും ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ഒരുമിച്ച് കുളിക്കുമായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കുളിക്കുക, അതൊക്കെയാണ് ദീന്. ഇതൊന്നും ഉറക്കെ പറയുന്നതിന് മടിക്കണ്ട, ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലായില്ലേ? നമ്മുടെ കുളി എന്താ? കയറിക്കെന്താണ് ദൂരത്തൊക്കെ വലിച്ചിട്ട് റാഹത്തായിട്ട് ആ പരിപാടിയല്ല. നല്ല മറയോടുകൂടിയുള്ള കുളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചെന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചു വേണം മനസ്സിലാക്കാൻ. നമ്മൾ നേരത്തെ തന്നെ ചിത്രം കണ്ടു കഴിഞ്ഞ് അങ്ങനെ തുണിയില്ലാത്ത കുളി. മുമ്പ് ഞാൻ അങ്ങനെ കുളിക്കരുതെന്ന് പ്രസംഗിച്ചപ്പോൾ വിദേഹത്തിൻ്റെ 1-2 ആളുകൾ കയറി അതിനകത്ത് കയറി ഇങ്ങനെ കൊത്തുന്ന കണ്ട്. അങ്ങനെ കുളിക്കരുത്, തുണിയില്ലാതെ കുളിക്കരുത്, ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കല്ല, അയിമ്മത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഉരിയാനായി കുളിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവും, മനസ്സിലാവണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അങ്ങനെ തന്നെയാണ്. ഔറത്ത് മറക്കണം, മുട്ടുപൊക്കലിനിടയിൽ മറച്ചിട്ട് വേണം പുരുഷന്മാർ കുളിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞാനും പ്രവാചകരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഒന്നിച്ച് വെള്ളം എടുത്തിട്ട് ഞങ്ങൾ കുളിച്ചിരുന്നു. വലിയ അശുദ്ധിയിൽ നിന്നാണ് ആ കുളി ഉണ്ടായതും എന്നും ഹദീസിലുണ്ട്. നോക്കൂ നിങ്ങൾ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒരു സന്തോഷമാണ് ഇത് പറഞ്ഞു കേട്ടിട്ട്. നാളെ നേരം വെളുക്കുന്ന പോലെ വൈകിട്ട് മഗ്‌രിബ് വരെ ഇന്ന് പള്ളിയിലോട്ടില്ല കേട്ടോ. എന്താ ഇന്ന് ഞങ്ങളുടെ കുളി രാവിലെ മുതൽ തുടങ്ങും. സാവ് പറഞ്ഞായിരുന്നു കുളിക്ക്, ഒരുമിച്ച് കുളി. അങ്ങനെ കാക്കക്കുളി വിളിച്ചുകൊണ്ടിരിക്കാനല്ല. വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്താണ്? ഒരു സന്തോഷമാണ്, മനസ്സിലാക്കണം. അതാണ് അപ്പുറത്തിൻ്റെ സാരം. അതൊക്കെ ഒരു റാഹത്താണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണത്. ഭാര്യയ്ക്ക് അശുദ്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവരെ മാറ്റി പാർപ്പിക്കുക, അതൊന്നും ദീനിൽപ്പെട്ടതല്ല. ഭാര്യ അശുദ്ധിയുള്ള ഘട്ടത്തിൽ പോലും അവളുടെ തലയിൽ മുടിയിഴകൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ തലയിലെ തലോടി കൊടുത്തുകൊണ്ട് മുടിയിഴകൽ തലവി പ്രവാചകരോടൊപ്പം ഒരു പുതപ്പിൻ കീഴിൽ ചേർത്തെന്നെ കടത്തി സയ്യിദത്തുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അശുദ്ധിയുടെ ഘട്ടത്തിലാണ്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനല്ല, അല്ലാതെ തന്നെ ചേർന്ന് കിടക്കുക. നമ്മളാണെങ്കിലോ അടുത്ത ആഴ്ച ആണ് കേട്ടോ, അസ്സലാമു അലൈക്കും, ഒരാഴ്ചത്തേക്ക് ആചാരില്ല ആ വഴിക്ക്. അവിടെയൊക്കെയാണ് വിഷയം. അപ്പോൾ പെണ്ണുങ്ങൾ ഇപ്പുറത്തോട്ട് മാറി കിടന്നിട്ട് ചാറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്, മനസ്സിലാക്കണം, പഠിക്കണം. നമ്മൾ പ്രവാചകന്റെ ജീവിതമാണ് കുടുംബജീവിതം. കുടുംബജീവിതം തകരാറിരിക്കാൻ ഇത് ശ്രദ്ധിക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ രണ്ടാമത്തെ വസ്തു വന്നിസാ, എന്റെ ഭാര്യമാരാണ്. ഭാര്യമാരും അത്തരത്തിലുള്ളവരാകണം. അതൊരു വിഷയം. ഭാര്യ സാലിഹത്താവണം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകൾ ചേർക്കുമാറാവട്ടെ. ആമീൻ പറ ഉറക്കെ. പറഞ്ഞപ്പോ ഒരു മടിയെന്താ ഇപ്പോൾ ഉള്ളത് വേണ്ട ഉസ്താദേ. അള്ളാഹുവെ ഞങ്ങള് ഭാര്യമാരെ സാലിഹത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഉറക്കെ പറയുന്ന അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇണകളെല്ലാം അള്ളാഹു സാലിഹത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളെയും അള്ളാഹു സാലിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി. ബക്കറ്റ് ഉണ്ട്. അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ. നല്ല മഴ അല്ലേ, റാഹത്തുള്ള മഴയല്ലേ, എന്താ സുഖം. നേരത്തെ കിടന്നുറങ്ങാം. അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്, ചിലർ പോകുന്നുണ്ട്. നേരത്തെ പോയി കിടന്നുറങ്ങാം. വേഗം കൊണ്ടോ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി
മല്ലിൽ ആലി ആൽ ലാ ഇലാഹ ഇല്ലല്ലാഹു റക്കച്ചൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ബാലഗൽ മുദാഹു ഫി ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹുവേ ഞങ്ങൾ ഈ നൽകുന്ന സദഖ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി കബൂലാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് ഞങ്ങളേവരെയും നീ കാവലിലാക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളോടുള്ള ഇഷ്കിനാൽ അനുരാഗത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ്. ഈ ഇരുത്തം നാളെ പാരത്രിക ലോകത്തുള്ള നൃത്തത്തിന് കുറവ് വരുത്തുന്നതാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ മജ്‌ലിസ് ലൈവായി കേൾക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, സർവർക്കും നീ ഖൈർ പ്രദാനം ചൊരിയണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. കലിമ ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് നല്ല ദിവസത്തിൽ അല്ലാഹുവേ നല്ല മരണം ഞങ്ങൾക്ക് സാധ്യമാക്കി തരണേ അല്ലാഹ്. അതിനുദകുരിക്കുന്ന മജ്‌ലിസായി മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഭാര്യ സാലിഹത്താണെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് ഇദാ നളർത ഇലൈഹാ സർറത്തുക, പ്രവാചകൻ അരുളി, നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിന്റെ ഭാര്യയുടെ മുഖം കണ്ടാൽ നിനക്ക് സന്തോഷം വരും. അങ്ങനെയുണ്ടോ? ഭാര്യയുടെ മുഖം കണ്ടാൽ നീ സന്തോഷിക്കും. നീ അവളിലേക്ക് നോക്കുമ്പോ തന്നെ നിന്റെ മനസ്സ് തിളങ്ങാണ്, നല്ല റാഹത്ത്. അങ്ങനെയാണോ? ഇപ്പോ വീട്ടിലോട്ട് ചെന്നാൽ ഉടനെ കടുന്നൽ കുത്തിയ പോലെയാണ്. വാതിൽ തുറക്കുന്നു, നേരെ പെണ്ണുങ്ങൾ പോകുന്നു, തിരിഞ്ഞു കിടക്കുന്നു, കിബില തെറ്റി, ഒറ്റക്കടത്തം, തലവേദനയാണ്. ഉള്ള ജോലി മുഴുവൻ ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അങ്ങനെയാണോ ഇപ്പോഴത്തെ അവസ്ഥ? ആണ് ഉസ്താദേ. അങ്ങനെയുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഓരോരുത്തരും അവരവരുടെ ജീവിതം ചിന്തിക്കുക. അതല്ല, വീട്ടിലേക്ക് നീ ചെല്ലുമ്പോൾ തന്നെ കോളിമ്പലടിക്കുക, നീ വരുന്നതും പ്രതീക്ഷിച്ച് നേരത്തെ കാത്തിരിക്കുക. നമ്മൾ ഭാര്യയോട് നേരത്തെ വരുന്നു എന്ന് അറിയിക്കണമെന്നാണ് ഹദീസാണ്, അത് നബിതങ്ങളുടെ ശൈലിയാണ്. ഇന്ന് പുതിയ ജനറേഷൻ ഏതോ ഒരുത്തം തുടങ്ങി വെച്ചതാണ്, ഏതോ ഒരു ഹൈവാൻ തുടങ്ങി വെച്ച പരിപാടി ഇപ്പം എല്ലാവരും കാണിക്കണം. എന്ത്? ഗൾഫിൽ നിന്ന് തന്നെ അവൻ പതുക്കെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ക്യാമറയും തിരിച്ചു പിടിച്ചുകൊണ്ട് തുടങ്ങുക പരിപാടി. രാത്രിയിൽ ഒളിച്ചും പാത്തും അവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നു, വരുന്നു, ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വരുന്നു, എയർപോർട്ടിൽ ഇറങ്ങി കൂട്ടുകാരനുമായിട്ട് വരുന്നു. പാതിരാത്രി സമയത്ത് ഡോറ് തുറക്കും, ബെല്ലടിക്കുന്നു, ഉടനെ ഇങ്ങനെ കോട്ടുവായി വിട്ടുകൊണ്ട് ഉമ്മ വരുമ്പോൾ ക്യാമറ കാണിച്ചു കൊടുക്കുക. സർപ്രൈസ്. ഇത് വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല, അതാദ്യം പഠിക്കരുത്. നമ്മുടെ തലമുറകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ മലബാറിന്റെ മക്കൾ ഒരിക്കലും ഇത് ചെയ്യരുത്. വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതേ അല്ല, ഇസ്ലാമിന്റെ ശരിയല്ലത്. അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന വിസിറ്റ് ഉണ്ടല്ലോ, അത് ഇസ്ലാമിൽ പെട്ടതല്ല. നബിയുടെ ചരി എടുത്തു നോക്കി, നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദൂതനെ അയക്കും. അർസല ഇലൈഹിം റസൂലൻ, ഒരു ദൂതനെ പ്രവാചകൻ പറഞ്ഞേക്കും. ഞാൻ വരുന്നുണ്ട്, ഇന്ന സമയത്താണ് എത്തുക, പ്രവാചകർ എത്തുന്നുണ്ട്, നേരത്തെ അറിയിക്കാൻ. അവ കുടുംബക്കാർ അതിനു വേണ്ടി ഒരുങ്ങി റെഡിയായി കാത്തു നിൽക്കും. അതിന് വേണ്ടത്. ഇതിങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ ചെന്ന് കയറുന്നത് സംശയരോഗത്തിന്റെ ലക്ഷണമാണ്. അതൊന്നും ഗുണമുള്ള കേസല്ല. പാതിരാത്രി ചെന്നിട്ട് വാതിൽ പൊളിച്ച് ഓട് പൊളിച്ച് ചാത്ത് കയറുക, പുറകുവശത്തോടെ ചെന്നിട്ട് ബെല്ലടിക്കുക, കുളിമുറി നിറങ്ങി വരുന്ന ഉമ്മായ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് അവര് മൊബൈലിൽ മേലെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ മറഞ്ഞു നിൽക്കുന്നുണ്ടോ, ഇവൻ വീണ്ടും കുളിമുറിക്കകത്തോട്ട് കയറിച്ചല്ലോ. ക്യാമറയൊക്കെ ഉണ്ട്, വേറൊരുത്തൻ, അതിനുവേണ്ടി ഒരുത്തൻ, ഒരു ക്യാമറമാൻ. ഇതൊക്കെ ഇപ്പം നിലക്കുന്ന ഏറ്റവും വലിയ നാശങ്ങളാണ്. അതൊക്കെ വലിയ വിപത്താണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്നത്തെ ജനറേഷൻ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായമാണത്. ഒരിക്കലും വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല, നല്ല ശൈലിയല്ലത്. മറിച്ച് നേരത്തെ തന്നെ അറിയിക്കുക പ്രവാചകരുടെ ചര്യയായിരുന്നു അത്. മാത്രമല്ല, ഒരു വീട്ടിൽ അറിയിപ്പ് കൊടുക്കാതെ ചെന്ന് ചേരരുതെന്നാണ് പ്രവാചകൻ അരുളിയിട്ടുള്ളതും. സലാം പറയാതെ തന്നെ അസ്സലാമു അലൈക്കും എന്ന് വീടിന്റെ മുന്നിലെത്തിയാൽ തന്നെ 3 പ്രാവശ്യം ഉറക്കെ പറയണമെന്നാണ്. ഒന്ന് പറഞ്ഞു കേട്ടില്ല, വീണ്ടും പറയണം, മൂന്നാമതും പറയണം. 3 വട്ടം പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ തിരിച്ചു പോകണം. പരിശുദ്ധ പ്രവാചകൻ ഖുർആൻ മുഖേന സൂറത്തുൻ നൂർ വ്യക്തമായി അള്ളാഹു പഠിപ്പിക്കാൻ.
അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, പ്രവാചകരുടെ അധ്യാപനമുണ്ട്. സൂറത്തുൻ നൂർ പെണ്ണുങ്ങളെ പ്രത്യേകം പഠിപ്പിക്കണേ നബി മുഹമ്മദ് മുസ്തഫ. കാരണം അതിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളും വിഷയങ്ങളും ധാരാളം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറ അറിയണം. പലർക്കും അത് അറിയില്ല. അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് ഇതൊക്കെ. ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അസ്സലാമു അലൈക്കും, വീട്ടുകാരത് കേട്ടവർ പ്രതികരിച്ചാൽ റാഹത്ത്. രണ്ടാമത്തെ വട്ടവും പ്രതികരിച്ചില്ലെങ്കിൽ അസ്സലാമു അലൈക്കും. മൂന്നാമത്തെ വട്ടവും പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും അസ്സലാമു അലൈക്കും. അനുവാദം ചോദിക്കാൻ, അല്ലാതെ ഒരു വീട്ടിൽ ചെന്ന് നേരെ കഥ തുറക്കാൻ പാടില്ല. അങ്ങനെ കയറിയ വ്യക്തിയെ പ്രവാചകർ തിരിച്ചു വിട്ടിട്ട് സലാം പറഞ്ഞ് പ്രവേശിക്കാൻ, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കട്ടെ, അലിജു, ഞാൻ അങ്ങോട്ട് കടക്കട്ടെ എന്ന അനുവാദം ചോദിച്ച് കയറി വരാൻ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ കയറാവുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം സ്വഹാബത്തിനോട് പറയുമ്പോൾ സ്വഹാബികളിൽ പെട്ടതായ ജാബിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എനിക്കെന്റെ മാതാവ് മാത്രമാ, എന്റെ വീട്ടിൽ എന്റെ ഉമ്മ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അനുവാദം ചോദിക്കാതെ കടന്നു ചെല്ലാമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇല്ല 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 ഇല്ല, ചെയ്യാൻ പാടില്ല. നമ്മുടെ മലബാർ ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു പൊതുവെ ഒരു ചെയ്തിയുണ്ട്. എങ്ങനെ ഫ്രണ്ടിൽ നല്ല ഗ്രില്ല് പിടിപ്പിച്ചിട്ട് പൂട്ടിട്ടിട്ട് പോകും, പുറകിലത്തെ സംഭവം എല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. എല്ലാവരും പുറകു വഴിയാണ് അകത്തോട്ട് കയറി ചെല്ലുന്നത്. ആണോ? മിക്ക വീടുകളിൽ അങ്ങനെയുണ്ട്. അത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല. വീടിന്റെ ഫ്രണ്ടിലൂടെയാണ് എപ്പോഴും കിടക്കേണ്ടത്. ഫ്രണ്ടിലാണ് എപ്പോഴും സന്ദർശനവും, ഫ്രണ്ടിലൂടെ തന്നെയാണ്. വീട്ടുകാരായാൽ പോലും പെണ്ണുങ്ങൾ അവരടുക്കള ഭാഗത്തിലൂടെ വരുന്നു, എന്നാലും നമ്മളെ സന്ദർശിക്കാൻ വരുന്ന പൊതുവായിട്ട് വരുന്നവർ അവർക്കൊക്കെ അവിടെ അന്യപുരുഷന്മാരുണ്ടെങ്കിൽ അവർ ഭാഗത്തൂടി പോകുന്നു, ഓക്കെ. അല്ലാത്തപ്പോൾ എപ്പോഴും ഫ്രണ്ടിലത്തെ ഗേറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വരുമ്പോൾ ഒരു ബെല്ലടിക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആക്കണം. ഭയങ്കര പോരെന്ന് പറഞ്ഞാൽ അടുക്കളയെ കൂടെയാണ് കയറ്റിക്കൊണ്ടുപോകുന്നത്. അത് നല്ലതല്ല. അതൊന്നും ഒരു യഥാർത്ഥ മോമിനിന്റെ ചര്യയിൽപ്പെട്ടതല്ല. എപ്പോഴും ഫ്രണ്ടിലൂടെ തന്നെയാണ് കിടക്കേണ്ടത്. എന്നാ പിന്നെ അവിടെ ഭിത്തി കെട്ടി അടച്ചേക്ക്, ഇതിലെ കൂടെ ഇനി പ്രവേശനം ഇല്ലെങ്കിൽ. മയ്യത്ത് കൊണ്ടുപോകാനും ഇറക്കാനും മാത്രമാണ് ഈ വാതിലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അബദ്ധങ്ങളാണ്, ആരൊക്കെയോ ചെയ്തു വെച്ച ചില ചെയ്തികളാണ്. ഈ കാണിക്കുന്ന പ്രവണതകളൊക്കെ മാറ്റി ദീനിലേക്ക് തന്നെ, വീണ്ടും പഴമയിലേക്ക് തന്നെ തിരിച്ചു വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഒരുപാട് വാതിലുകൾ കൂടി എണ്ണം കൂടിയപ്പോഴത്തേക്ക് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിയേ നബിയേ, എനിക്കെന്റെ ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളതെങ്കിൽ പോലും അനുവാദം ചോദിക്കൽ നിർബന്ധമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വീട്ടിൽ ഉമ്മ മാത്രമാണ് റസൂലേ, വേറെ ഒരാളുമില്ല ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മയോട് അനുവാദം ചോദിക്കാതെ കടക്കരുതേ. മൂന്നാമത്തെ വട്ടവും ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത് ഹബീബേ, അനുവാദം ചോദിക്കണോ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുചോദ്യം ചോദിക്കുകയാണ്, അതുരീദു അൻ തറാ ഉമ്മക ഉരിയാന? ജാബിറേ, നിന്റെ ഉമ്മ നഗ്നയായി കാണുന്നതിന് നീ ഇഷ്ടം വെക്കുന്നുണ്ടോ? ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒറ്റ ചോദ്യം. കാരണം സ്ത്രീകൾ അവരൊറ്റയ്ക്കായിരിക്കുമ്പോൾ ചിലപ്പോൾ ശരീരത്തിൽ എണ്ണയിട്ടോ മറ്റോ ഒക്കെ അവർ സ്വന്തമായി നിലകൊള്ളുന്ന ഒരു സമയമാകാം. നീ പെട്ടെന്ന് ചെന്ന് അങ്ങനെ ചാടിച്ചെന്നൊരു തുറക്കലും വിഷയങ്ങളും അതവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കാനും പല അസുഖങ്ങളിലേക്കും ചിലപ്പോൾ നയിക്കാനും കാരണമായേക്കാം. ചെയ്യാൻ പാടില്ല. ഒറ്റയ്ക്കാണെങ്കിൽ പോലും, ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ, ചുമ്മാ സലാം പോലും പറയാതെ അകത്തോട്ട് എന്നിട്ട് പാട്ടും പാടി കയറി ചെല്ലാൻ പാടില്ല. എപ്പോ ചെന്നാലും അസ്സലാമു അലൈക്കും ഉറക്കെ സലാം പറയണം. അതിന് ഇന്ന് കൊടുക്കുന്ന ഒരു സിമ്പലാണ് എന്ത് കോളിംഗ് ബെല്ല്. അത് മാത്രം കൊണ്ടായില്ല, അതൊക്കെ പാശ്ചാത്യർ കൊണ്ടുവന്നതാണ്. നമ്മുടെ ശൈലി അസ്സലാമു അലൈക്കും പറയണം. അങ്ങനെ സലാം പറയും. ഭാര്യയോട് നിങ്ങൾ സലാം പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കിടയിലുള്ളതാകുന്ന സുഹബത്ത്, ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടും.
ഒരു മോമിനായ മനുഷ്യൻ മറ്റൊരു മോമിനെ കണ്ട് സലാം പറഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ സലാം പറയുമ്പോൾ സ്നേഹം വർദ്ധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും, അതിനകത്ത് ഭയങ്കര സംഭവമാണ്. അള്ളാഹുവിന്റെ നാമമാണ് സലാം. അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ അഭിവാദ്യം. വേറൊരു മതത്തിലും ഇത്രയേറെ ശ്രേഷ്ഠമായ അഭിവാദ്യമില്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ഇതിലൊന്നും കാര്യമില്ല. ഇതിനപ്പുറം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അഭിവാദ്യമാണ് എന്ത്? അസ്സലാമു അലൈക്കും, ഗുണവും രക്ഷയും ഉണ്ടാകട്ടെ. വഅലൈക്കും അസ്സലാം, നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. എത്ര ശ്രേഷ്ഠമായ വാക്കാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും. നമ്മൾ എങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വർഷം 30 40 ഇന്ന് വരെ പരസ്പരം ഒരു സലാം പോലും കണ്ടാൽ പറയുന്നുണ്ടോ? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും നീ നിലനിർത്തി തരണേ അല്ലാ. നിലനിർത്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു ഭർത്താവിന്റെ അടുക്കൽ ഒരു ഭാര്യ ഏറ്റവും നല്ല രീതിയിൽ, ഭാര്യയുടെ അടുക്കൽ ഭർത്താവ് ഏറ്റവും നല്ല രീതിയിൽ സ്വീകാര്യനാകുന്നത് ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും. ലോകത്തെ ഏറ്റവും അത്യുത്തമനാരെന്നറിയുമോ? സ്വന്തം ഭാര്യയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഭാര്യ പറയാണ്, എൻ്റെ ഇക്ക ഓക്കെയാണ്, അയാൾ നല്ല നിസ്കാരമൊക്കെ ഉള്ള വ്യക്തിയാണ്, കള്ളു കുടിക്കൂല, ഒരു സിഗരറ്റ് പോലും ഇല്ല, ഒരു ലഹരിയുടെ പരിപാടിയും ഇല്ല, കറക്റ്റായി 5 വഖത്ത് നിസ്കരിക്കും, പള്ളിയിൽ ബാങ്ക് വിളിക്കേണ്ട താമസം പള്ളിയിൽ പോകും, ജുമുഅ കറക്റ്റ്, ജമാഅത്ത് കറക്റ്റ്, വീടിന്റെ കാര്യങ്ങളൊക്കെ പക്കയായി കൊണ്ടുപോകുന്നു, മക്കളുടെ കാര്യം എൻ്റെ കാര്യമൊക്കെ ഓക്കെയാണ് എന്ന ഒരു ഭാര്യ ഭർത്താവിനെ കൊണ്ട് അവകാശപ്പെട്ടാൽ ആ ഭർത്താവ് സ്വർഗം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലോകത്തെ ഏറ്റവും ഉത്തമൻ അവരാണ്. ഭാര്യയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണം. നമുക്കൊക്കെ നാട്ടിൽ ചിലപ്പോൾ ഭയങ്കര സംഭവമായിരിക്കും, പഞ്ചായത്ത് പ്രസിഡന്റ്, അത് ഇത് മറ്റ് സ്ഥാനമാനങ്ങൾ, ഇന്നതിന്റെ ആള്, ഇന്നതിന്റെ ആള്, പള്ളിയുടെ ആള്, മഹല്ലത്തിന്റെ ആള്, മദ്രസയുടെ ആള്, ഇതൊന്നും അല്ല. ഏറ്റവും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് ആരുടെ കയ്യിൽ നിന്ന്? നിന്റെ ഇണയുടെ കയ്യിൽ നിന്ന്, ഭാര്യയുടെ കയ്യിൽ നിന്ന്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കണം. അതിനെന്ത് വേണം? നമ്മുടെ ജീവിത ശൈലികൾ നന്നാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ. ഭാര്യമാരോട് സ്നേഹത്തോടുകൂടി ഉണർത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അയ്യു മംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്നാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അയ്യു മംറഅത്തിൻ മാതത്, മുസ്ലിമത്തായ ഏത് പെണ്ണാകട്ടെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടുപോയി, മരണപ്പെട്ടു പോയതാകുന്ന ഭാര്യയെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന ഭർത്താവ് പരിപൂർണമായി പൊരുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഭർത്താവ് പറയുകയാണ്, എന്റെ ഭാര്യ എനിക്ക് എല്ലാമായിരുന്നു, എന്റെ മക്കളെ നല്ല രീതിയിൽ നോക്കിയിരുന്നവളായിരുന്നു, എന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവളായിരുന്നു, ദീനിയായ ചിട്ടയിൽ ജീവിച്ചിരുന്നവളായിരുന്നു, മതബോധമുള്ളവളാണ്, മതനിഷ്ഠയുള്ളവളാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവളാണ്, ഒരാളോടും അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറയാത്തവളാണ്, എന്റെ ഭാര്യ സാലിഹത്താണ് എന്ന് ഭർത്താവ് ഒരു ഭാര്യയെ കുറിച്ച് ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് പറഞ്ഞാൽ തീർച്ചയായും ദഖലത്തിൽ ജന്നാ. പെങ്ങളെ, നീ സ്വർഗാവകാശിനിയാണ്, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ ഒരൊറ്റ വാക്കിലൂടെ തന്നെ സ്വർഗത്തിൽ കടന്നു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്നാ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും
കോടീശ്വരൻ തന്നെ നിയകാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം ലഭിച്ചാൽ സഹോദരിമാരെ അതിനേക്കാൾ വലുത് മറ്റെന്തെങ്കിലും വേണോ? ഈ ദുനിയാവിൽ ചെറിയ കുടിലിലാണ് നീ നിന്റെ ഭർത്താവും വസിച്ചത്. വളരെയേറെ പ്രയാസമായിരുന്നു, സാമ്പത്തിക ഞെരുക്കമുണ്ട്, ബുദ്ധിമുട്ടാണ്, ആളുകൾ കുറ്റപ്പെടുത്തുന്നു, സമൂഹം ഒറ്റപ്പെടുത്തുന്നു, ഒരുപാട് ആക്ഷേപങ്ങൾ നിങ്ങൾക്കെതിരിലുണ്ട്, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. എല്ലാം നിങ്ങൾക്ക് മറക്കാം, പൊറുക്കാം. സ്വർഗം കിട്ടുമെങ്കിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭർത്താവിനെ അത്രയേറെ സംതൃപ്തിപ്പെടുത്തുന്ന ജീവിതം നയിക്കണം. വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന പൊതിയുടെ കവറ് കണ്ടിട്ട്, ഏതാണ് കയ്യിലിരിക്കുന്ന പൊതി? നല്ല ജ്വല്ലറിയുടെ പൊതിയാണെങ്കിൽ ഓടിച്ചെന്ന് മുസാഫായത്ത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കിബില തെറ്റി കടക്കുക. കൈയുടേതാകുന്ന കവറ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന പരിപാടിയാകാൻ പാടില്ല. എവിടുന്ന വരുന്നത്? നല്ല മാളിന്ന് വരികയാണോ? അതല്ല, എവിടുന്നാ വരുന്നത്? ഇന്ന ജ്വല്ലറിന്ന് വരികയാണോ? എന്താണ് കയ്യിലെ കവർ ഇങ്ങനെ നോക്കുക. അപ്പൊ നല്ല റാഹത്തായിട്ട് ഓടിച്ചെന്ന് മുസാഫാത്തി. അങ്ങനെ ആകരുത്. ഒന്നുമില്ലാതെ വന്നാലും ചെന്ന് കൈക്ക് പിടിച്ചു കൊണ്ടുവരുമായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അരിയാരിതങ്ങൾ ഒന്നുമില്ല, കൈയും വീശിയാ വരുന്നത്. ക്ഷീണിച്ച് അവശനായിട്ടാണ് വരുന്നത്, അറിയാം. കയ്യിൽ പോയി പിടിക്കും. വേറെ ആരും ഇല്ലെങ്കിൽ ചെന്ന് ഓടിച്ചെന്ന് കൈക്ക് പിടിച്ച് നേരെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടുവന്ന് ഇരുത്തി നല്ല തണുത്ത വെള്ളം കൊടുക്കും ആദ്യം തന്നെ. ആ യാത്രയുടെ ക്ഷീണമൊക്കെ മാറി അല്പനേരം മൗനം അവലംബിച്ച് കഴിയുമ്പോഴാണ് ഫാത്തിമ ബീവി ചോദിക്കുക, എന്തുണ്ട് വിശേഷം? യാത്രയൊക്കെ സുഖമായിരുന്നോ? അങ്ങോട്ട് ചോദിച്ചു തുടങ്ങും. ഒരു ഭർത്താവ് ഇത്രയേറെ പ്രയാസം സഹിച്ച് പകലന്തിയോളം പാടത്തും പറമ്പത്തും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ പ്രവാസ ലോകത്തെ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്ന് പ്രയാസം അനുഭവിച്ച് അദ്ദേഹം ഇവിടെ വന്നങ്ങോട്ട് കയറി, അല്ലെങ്കിൽ ജോലിയുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും സഹിച്ച് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് ചൂടുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് വരുമ്പോൾ അയാളെ കിടന്ന്, ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചില്ല, നിങ്ങളെ പറഞ്ഞു വിട്ടപ്പോഴേ ഞാൻ ഓർത്ത്, അല്ലെ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എങ്ങനെ ടെമ്പറേച്ചർ തെറ്റായിരിക്കും? BP എങ്ങനെ കൂടാതിരിക്കും? ഇത്രയേറെ യാത്ര ചെയ്ത് സൂര്യനെ ചൂടുവേറ്റ് പ്രയാസപ്പെട്ട അയാൾ വീട്ടിലേക്ക് ഒരു വിധത്തിൽ വന്നാണ്. ഒന്ന് മറന്നുപോയി, ഒരു വിഷയം വിട്ടുപോയി. അത് പിന്നീടാണ് അതിനെപ്പറ്റി ചോദിക്കുകയും പ്രയാസപ്പെടുത്തുന്നതാകുന്ന വർത്തമാനങ്ങൾ പറയാതെ രമ്യമായത് പരിഹരിക്കണ്ടേ. വിട്ടുപോയ മറന്നുപോയ കുഴപ്പമില്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ വാങ്ങാം, ഇപ്പോൾ ഉടനെ ഒന്നും ആവശ്യമുള്ളതല്ല എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കുന്നതിന് പകരം, അങ്ങനെ പറഞ്ഞാൽ ഏത് ഭർത്താവും അന്ന് വൈകുന്നേരം തന്നെ പോയി വാങ്ങും. നേരെ മറിച്ച് തിരിച്ചാണ് പറയുന്നതെങ്കിലോ അയാളുടെ മനസ്സിൽ ആകെ വിഷമമായി. പിന്നെ അത് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ പോലും സംതൃപ്തിയോടുകൂടി ആയിരിക്കില്ല. അപ്പോൾ സ്ത്രീകൾ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റം വേണം. നാവ് ചില സഹോദരിമാരുടേത് വളരെ മോശമാണ്. മുറുക്കിയിട്ട് പഴയ സ്റ്റൈലാണ് ഇപ്പോൾ. അരപ്പട്ടയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കച്ചറ, ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. നാവ് തുറന്നാ തീർന്നു. അസർ മുതൽ മഗ്‌രിബ് വരെ ഒച്ചപ്പാടും ബഹളവും. അയൽവക്കത്തെ വീട്ടിൽ കിടന്ന് വഴക്കിന് ബഹളമാണ്, വഴിക്ക് ബഹളമാണ്. അരച്ചാണ് വഴിയുടെ ബഹളത്തിൽ ആരാ രംഗത്ത് നിൽക്കുന്ന? പർദ്ദയൊക്കെ ധരിച്ച മലപ്പുറംകാരി ഉമ്മ കത്തിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ യൂട്യൂബ് ചാനലിലെല്ലാം വരിക. വാളും പരിചയമായിട്ട് നിൽക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അരച്ചാൻ വരിക്ക് വേണ്ടി കിടന്ന് അടിയുണ്ടാക്കുക. ഉമ്മ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. ചില സഹോദരിമാരുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന ചീത്ത, നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലിയ വിഷയമാണത്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. പറയാനാണെങ്കിൽ ഡസൻ കണക്കിന് ഹദീസുകളൊക്കെ ഉണ്ട് വരും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, റഅയ്തുന്നാർ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. കത്തിച്ചൊലിക്കുന്ന നരകത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് മേറാജ് രാവിൽ കണ്ടുപോയി സഹാബ. വറഅയ്തു ഫീഹാ ഇംറഅതാ, അതിലൊരു പെണ്ണിനെ ഞാൻ കാണുകയാണ്. മുഅല്ലിഖത്തൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ.
നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് സ്ത്രീവർദ്ധക്കത്തെയാണ്, സ്ത്രീകളെയാണ്. അതിലൊരു പെണ്ണതാ അവരുടെ നാവിനെ വലിച്ച് നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ പടർന്നതായ തൂണിലേക്ക് നാവിനെ വലിച്ച് കെട്ടപ്പെട്ടതായി കണ്ടപ്പോ ഫഖുൽതു ലിജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ പെണ്ണ്, ഇത്ര ഹതഭാഗിയായ പെണ്ണേതാണ്? വറഅയ്തു ഫീഹാ ഇംറഅതൻ മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തവാനതി മിനൻ നാർ, നരകത്തിലെ തീജ്വാലകൾ പടർന്നതാകുന്ന തൂണിലേക്ക് നാവ് വലിച്ച് നീട്ടപ്പെട്ട് കെട്ടപ്പെട്ട നിലയിൽ നിലകൊണ്ടതായ ആ പെണ്ണ് ഏതാണ് ജിബ്രീലേ? ഒന്നറിയിച്ചു തന്നാലും ഹബീബേ. ആദരവായ പ്രവാചകരോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഹദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. സദാസമയവും മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞ് 40 കൊല്ലം 50 കൊല്ലം ഭർത്താവ് സേവനം കൊടുത്താലും ഖിദ്മത്ത് ചെയ്താലും വേണ്ട രീതിക്കുള്ളതാകുന്ന സർവ്വതും കൊടുത്താലും എന്റെ ഭർത്താവ് എനിക്ക് ഒന്നും തന്നില്ല എന്ന് 41ാമത്തെ കൊല്ലത്തിൽ അവകാശപ്പെടുന്ന സൈസ പെണ്ണ, വർത്തമാനം മോശമായ പെണ്ണാണ്. ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, സമുദായത്തോട്, കൂട്ടുകാരികളോട് വാട്സാപ്പിൽ ചാറ്റിംഗ് നടത്തിയിട്ട് പറയുകയാ, എന്റെ ഭർത്താവിന് ഒന്നിനും കൊള്ളുകയില്ല. നാട്ടുകാരോട്, സമൂഹത്തോട്, അയൽവാസികളോട്, എല്ലാവരോടും ഭർത്താവിനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ ഇകഴ്ത്തി നടക്കുന്ന പെങ്ങളില്ലേ? നാവ് മോശമായ പെങ്ങളില്ലേ? സഹോദരിമാരില്ലേ? അത്തരത്തിലുള്ള പെണ്ണിനെയാണ് നാവ് വലിച്ച് നരകത്തിന്റെ തൂണിനോട് ചുറ്റപ്പെട്ടതായി നബിയേ തങ്ങളീ കണ്ടത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വളരെ ശ്രദ്ധിക്കണം, നാവൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്നുമില്ലെങ്കിലും മിണ്ടാതിരുന്നാൽ മതി, വലിയ കൂലിയാണ്. ചിലരുണ്ട്, ചില സദസ്സിൽ 10 പേരെ കിട്ടിയ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, ഒന്നില്ലേ രാഷ്ട്രീയം പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും സമുദായത്തിന് വിഷയം പറയണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഉസ്താമാരെ കുറച്ച് ഇറച്ചി തിന്നണം, മുത്തല്ലിങ്ങൾ കുറച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചക്കറി വെച്ച് തിന്നണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലർക്ക് അങ്ങനെയുണ്ട്, എന്തെങ്കിലും കലവിൽ ഇങ്ങനെ നാക്ക് വെറുതെ വയ്ക്കത്തില്ല. എല്ലായിടത്തും ഉണ്ടത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലർ പള്ളിയിൽ വരുന്നതിനെ സുബഹി നിസ്കരിക്കാൻ വരുന്നതിനെ സുബഹി കഴിഞ്ഞിട്ട് ചായക്കടയിൽ പോയിട്ട് ഫനായും വസാദും പറയാനാണ്. അതിന്റെ കിതാബ് മുബറയിലുണ്ട്. അവിടെ പോയിട്ട് അത് തുറന്നു നോക്കും. ഫനായുടെ കിതാബ് ആദ്യം 1 മണിക്കൂർ, അത് കഴിയുമ്പോൾ അത് ഓതി തീർന്നവർക്ക് ഫസാദിന്റെ കിതാബ് 2 കിതാബ് ഓതി. സബുക്ക് പള്ളിയിലെ ഉസ്താദ് അവിടെ സബുക്ക് നടത്തുമ്പോൾ ഇവിടെ വേറെ സബുക്ക്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 8 മണി വരെ 8 ഗ്ലാസ് ചായയും കുടിക്കും. ചിലപ്പോൾ 1 ഗ്ലാസ് ചായ ആയിരിക്കും, അത് തണുത്ത അറിയാലും വീണ്ടും വേണ്ടിയിരിക്കും, അത് ചൂടാക്കി തന്നേക്കെന്ന് പറയും. അങ്ങനത്തെ തേപ്പുണ്ട്, അറുപിശുക്കൻ. എന്നിട്ടും പിന്നെ ഇരിക്കും. അവസാനം കടക്കാരൻ തൊഴുത് കയ്യിൽ ഇറക്കി വിടും. വേറെ കച്ചവടക്കാർ കയറണം, എൻ്റെ പൊന്നു ആചാരെ ഇറങ്ങിപ്പോകാം, 1 കുറ്റി പുട്ട് തന്നേക്കം പോയിക്കോളം പറയും. അങ്ങനെയാണ് മൂപ്പർ ഇറങ്ങിപ്പോകുന്നത്. ഇത് മിക്ക സ്ഥലത്തും ഉള്ളതാണ്. രാവിലെ സുബൈക്ക് വരുന്നത് തന്നെ എന്തിനാ? സുബൈ കഴിഞ്ഞ് ഈ കടയിൽ വന്ന് ഫനായും വസാദും പറയാനാണ്. അങ്ങനെ ഉണ്ടാകില്ല. അല്ല, സുബൈസ്കരിക്കല്ല മൂപ്പരുടെ ലക്ഷ്യം. കരം കഴിഞ്ഞിട്ട് ഈ കടയിൽ പോയിട്ട് വാ തുറക്കണം. അല്ലാഹ്, സുബൈക്ക് പള്ളിക്കകത്ത് വന്നാൽ അനങ്ങാതിരിക്കും. ചിലപ്പോൾ ഒരു സലാം പറഞ്ഞിട്ട് ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കും. എല്ലാവരും പള്ളിക്കകത്ത് കയറി കാമത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പേ ഹാജിയാർ വരുവുള്ളൂ. അവിടെ കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവരും ഹാജിയാർ വന്നിട്ടുണ്ട്. ലുഹറിന് കൂട്ടിയിടിച്ചാൽ പോലും സലാം പറയാത്ത ആളാ. അസറിനും അതേപോലെ തന്നെ സുബൈക്ക് മാത്രം ഒരു സലാം പറച്ചിൽ. അതിന്റെ ഉദ്ദേശം എന്താ? ഈ തണുപ്പത്തും ഹാജിയാർ വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കണ്ടോണം. ഇതിനാണ് റിയാ എന്ന് പറയുന്നത്, ലോകമാന്യത. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും ഉസ്താമാർക്ക് തിരിയുന്നില്ലെന്നാണോ? ഉസ്താമാർക്ക് ഇതെല്ലാം തിരിഞ്ഞ് ഉസ്താദ് വലൈക്കും അസ്സലാം എന്ന് പറയുമ്പോഴേ മനസ്സിൽ പറയുന്നുണ്ട് ഹൈവാനും കബീർ യാ മൂസ് യാ അല്ലാഹ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ഓർത്ത് ഈ സലാം പറച്ചിലൂടെ ഉസ്താദ് ഭയങ്കരമായിട്ട് മഹബത്ത് കൂടിയെന്ന്. നേരെ തിരിഞ്ഞ സംഭവം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നിട്ട് പിന്നെ ഭയങ്കരമായി ഫിത്ന. ചിലരോ തസ്ബീഹ് അടിച്ചിട്ട് ഇവനിങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് അടിച്ചിട്ട് നടക്കുക. എവിടെ? പള്ളിയുടെ വെളിയിൽ കൂടെ.
പള്ളിയുടെ വരാന്തയെ കൂടെ ഇവനെ നടത്താം. പള്ളിക്കകത്തിരിക്കുക, എത്തിക്കാഫിരിക്കുക, കിബിലയ്ക്ക് നേരെ അഭിമുഖമായിട്ടിരിക്കുക, കിബില തെറ്റി നടക്കാതെ. കിബില തെറ്റിയിട്ട് അവൻ നടക്കുന്നു, തെക്കോട്ടും പടക്കോട്ടും. എന്നിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ കാണുന്നതിനൊക്കെ ഒരു സുബ്ഹാനല്ലാഹ് 10 വർത്താനം പറയും, ഒരു അൽഹംദുലില്ലാഹ് പറയും, 33 ഫനാ പറയും. ഇത് തന്നെ കളി. എന്നിട്ട് രാവിലെ പിന്നെ ഉസ്താദിനെ കൊണ്ടുവന്നിരുന്ന അട്ടിപ്പാത്രത്തിൽ ചായ കുടിച്ചിട്ട് വീടോട്ട് പോകും. അങ്ങനത്തെ ആൾക്കാരും